ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉമ്മ എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും കിട്ടിയിട്ടമ്മ. ആണോ? അപ്പൊ എന്താണമ്മ എന്താണ് നമ്മ ഉണ്ടാക്കാൻ പോണത്? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് അവരക്ക. അവരക്കയും കൊണ്ടൊരു ഡിഷാണ്. അതായത് കർണാടകയിലെ അവരേക്കായി പല്ലിയാന്ന് പറയും. ഇവിടെ മെഴുക്കുവരട്ടി തോരന്നൊക്കെ പറയില്ലേ, അതന്നെ. പക്ഷെ ഇത് മുറിച്ചത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. അവിടുത്തെ ഡിഷ് ഉണ്ടാക്കുമ്പോ അവിടുത്തെ പോലെ തന്നെ ചെയ്യണ്ടേ. അല്ലാണ്ട് പൂച്ച കടിച്ചു വെച്ചതൊന്നുമല്ല, മുറിച്ച രീതിയാണ്. അങ്ങനെയല്ല, ഞാനൊരു കാണിച്ചു കൊടുക്കട്ടെ. ഇത് അവരക്കില്ലേ, എന്താ കാണിക്കണേ? നമ്മുടെ കയ്യോ? അല്ല, പഴയ അവരക്കില്ലേ, നമ്മൾ അവരൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വല്ലതുണ്ടോ എന്നൊക്കെ നോക്കി അതിനെ വൃത്തിയാക്കി ഇങ്ങനെ ആക്കി കഴുകി വൃത്തിയാക്കി ആദ്യം തന്നെ കഴുകുക. എന്നിട്ട് ഇതങ്ങനെ പൊടിച്ചു വെക്കുക. അതിൻ്റെ ഉള്ളിൽ വല്ല പുഴുക്കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അപ്പോൾ ഇങ്ങനെ എല്ലാം അതുപോലെ ആക്കി വെക്കുക. പിന്നെ ഒരുപാട് നീളം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് രണ്ടാക്കി കട്ട് ചെയ്യുക. അങ്ങനെ അവര് രണ്ടാക്കിയിട്ടും കട്ട് ചെയ്യില്ല, അവർ അങ്ങനെ തന്നെ ഇടും എത്ര വലുതാണെങ്കിലും. പക്ഷെ ഞാൻ ചെറിയ ഒരുപാട് നീളമുള്ളതിന്. പിന്നെ ഈ നാടൻ അവരൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതാണത്. അവരൊക്കെ ഗവേഷണം തന്നെ കഴിഞ്ഞപ്പോ തമിഴ്നാട്ടിൻ്റെ തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ. അപ്പോൾ ഇതിങ്ങനെയാണ് നന്നാക്കുക. ഇവിടെ ഉള്ളവർ പറയും എന്തെങ്കിലും ചേച്ചി കാണിച്ചിരിക്കുന്നത്, അവരൊക്കെ അങ്ങനെ ഇട്ടിരിക്കുകയെന്ന് വിചാരിക്കണ്ട. എന്താ പറഞ്ഞാൽ അവിടെ ഇങ്ങനെയല്ലേ. അപ്പൊ അവിടുത്തെ ഡിഷ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതുപോലെ തന്നെ കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അവർ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറേ പ്രാവശ്യം പറയുന്നത്. ആയിക്കോട്ടെ. നമ്മളറിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടല്ലേ. പിന്നെ അതിന് വേണ്ട സാധനങ്ങള് വെളുത്തുള്ളി, സബോള, ഒരു ചെറിയ സബോള, ഒരു 3 പച്ചമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒത്തിരി ചെറുനാരങ്ങ പിഴിയാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കടുക്, ഉപ്പ്. ഇത്ര ഈ ഭക്ഷണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഭക്ഷണം, അത് നമ്മൾ കൊടുക്കുമ്പോഴും കഴിക്കുമ്പോഴും അതിൻ്റെ മര്യാദ അതറിയോ? അറിയാലോ. അപ്പോ നമ്മുടെ ജീവിതം അതില്ലാത്തൊരു കറി ഇല്ലല്ലോ അമ്മ. കറിവേപ്പില നമ്മൾ ഏതാണ്ടൊക്കെ ഒരു വലിയൊരു ബന്ധമാണ്. കാരണം നമ്മൾ എല്ലാത്തിനും കറിവേപ്പില ഇടും അല്ല. അത് ആ സസ്പെൻസ് നിങ്ങളത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രുചി മനസ്സിലാവും. അതെന്താണ് അതിൻ്റെ ഗുണം എന്ന് മനസ്സിലാവും അല്ലമ്മ. ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ ഇവിടെ തന്നെ അമ്മേനെ കാണും അല്ലേ. അല്ല, മെസ്സേജിലൂടെ അവർ മനസ്സിലാക്കി തരും. മറിക്കും. നന്നായി മറിക്കും എന്ന് പറഞ്ഞത്. ശോക്കനം മുക്കൊന്നും വേണ്ട. എന്താ പറഞ്ഞാൽ ഈ അവരൊക്കെ ഒപ്പം കിടന്നിട്ട് അത് കറക്റ്റായിക്കോളും. നമ്മുടെ വീട്ടിലൊക്കെ മുട്ടിക്കുന്ന പോലെ ഒന്നും മുട്ടിക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് നീളത്തിൽ അത് പോതും അല്ലേ. ഇനി നമുക്ക് അവരൊക്കെ കൊടുക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ സിമ്പിൾ പാചകമായതുകൊണ്ട് അമ്മ വെറുതെ നിൽക്കുകയാണ്. വെറുതെ നിൽക്കുമ്പോൾ ഞാൻ കുറെ കഥ പറയണേക്കാളും നല്ലത് അമ്മ ഒരു കഥ പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മുടെ എന്തൊരു കാര്യം ഒരാൾക്ക് നൽകുക എന്നുള്ളത് നമ്മുടെ മനസ്സാണ് പറയണത്. നൽകണം അല്ലേ. നൽകി കഴിഞ്ഞതിന് ശേഷം അത് അവരെന്ത് ചെയ്തു നമ്മൾ അന്വേഷിക്കാൻ പാടുമോ? ഒരിക്കലും അന്വേഷിക്കാൻ പാടില്ല. നമ്മളൊരാൾക്ക് കൊടുക്കുന്നത് എന്തായാലും അല്ലേ. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ കൊടുത്തതിന് വല്ല മതിപ്പുണ്ടോ? അത് കൊടുത്തതിന് ശേഷം ഞാൻ ഇന്നാളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾ നൽകിയത് പണമായാലും വസ്ത്രമായാലും സ്വർണമായാലും ചോറായാലും അതിനെന്തെങ്കിലും വാല്യൂ ഉണ്ടോ? എന്തെങ്കിലും വിലയുണ്ടോ അതിന്?
അതെന്താണ്? കുപ്പത്തൊട്ടിയിൽ കളഞ്ഞതിന് തുല്യമാണ്. അപ്പോൾ ഒരു ദാനം ചെയ്യുമ്പോഴാവട്ടെ, ഒരാൾക്ക് സഹായം ചെയ്യുമ്പോഴാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സറിഞ്ഞ് വേണം ചെയ്യാൻ. ഇപ്പോൾ പാചകം നമ്മൾ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് ചെയ്താൽ അതിന് രുചി ഉണ്ടാവും. കഴിക്കുന്നവർ വിശപ്പറിഞ്ഞും അതിൻ്റെ രുചി അറിഞ്ഞും ഉണ്ടാക്കുന്നവരുടെ ബുദ്ധിമുട്ടും എല്ലാം അറിഞ്ഞങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പലവട്ടം പറഞ്ഞ പോലെ തന്നെ അതിനൊരു പ്രത്യേക രുചിയാണ്. പ്രത്യേകിച്ച് ഒരു വിശപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു വരദാനമാണ്. യഥാർത്ഥമായിട്ട് ഒരുപാട് അധ്വാനിക്കുന്നവർക്കും ചിലപ്പോൾ പെട്ടെന്ന് വിശപ്പിലങ്ങോട്ട് കഴിച്ചോളണമെന്നില്ല. അപ്പോൾ എന്തോ അങ്ങോട്ട് വാരി കഴിക്കണം എന്നൊരു കഴിക്കും. പക്ഷെ നന്നായി ഒന്ന് വിശക്കുക. വിശന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്നൊരു തോന്നൽ വരില്ലേ, ആ തോന്നലാണ് യഥാർത്ഥമായ രുചി. ആ സമയത്ത് പച്ചവെള്ളത്തിനും കൂടെ രുചിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് കിടക്കും. ഒരുപാട് ഉപ്പ് വേണ്ട, ചുമന്ന സാധനമല്ലേ. ഇപ്പം എല്ലാത്തിനും ആസ്പദമാക്കി അമ്മയുടെ കഥ പറയും. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞാൽ, ഒരു കഥ പറയണം. അതിനാണല്ലോ ഞാനിത് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം അമ്മ എനിക്കെന്തോ നൽകി, എന്നാ മോനെ വന്നിട്ട് തന്നു സ്നേഹം കൊണ്ട്. ഞാനത് പോയിട്ട് തവിട് പൊടിച്ചു. പിന്നെ അമ്മ വന്നിട്ട് ചോദിക്കരുത് മോനെ അത് എന്ത് ചെയ്തു. മനസ്സിലായിക്കോ? ഏത് ശരി അല്ല. അപ്പോൾ അതെന്തായി മോനെ എന്ന് പിന്നെ അമ്മ അന്വേഷിക്കരുത്. കാരണം അമ്മ തരുമ്പോൾ എനിക്ക് മനസ്സറിഞ്ഞാലുള്ള തരുന്നത് മഞ്ഞപ്പൊടി. ഒരു അര സ്പൂണാണല്ലോ, ഒരുപാട് മുളകൊന്നും വേണ്ട അതിന്. അപ്പൊ അമ്മ തരുന്ന സമയത്ത് മനസ്സറിഞ്ഞ് എന്നാ മോനെ നല്ല ആണല്ലോ തരുന്നത്, വലിച്ചടഞ്ഞൊന്നുമല്ല തരുന്നത്. അപ്പൊ തരുമ്പോ മോനെ അത് എന്ത് ചെയ്തു എന്ന് പിന്നെ എൻ്റെ അടുത്ത് കണക്ക് ചോദിക്കരുത്. അങ്ങനെ വല്ല നല്ല കഥകളുണ്ടെങ്കിൽ അമ്മ പറയും. മല്ലിപ്പൊടി അതും ഒരു അര സ്പൂൺ. ഇല്ല, ഞാൻ ചോദിക്കുന്നോ? ഇപ്പൊ എനിക്ക് കടായിട്ട് തന്നാലും ദാനായിട്ട് തന്നാലും അപ്പൊ അമ്മ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് മോനെ അപ്പൊ ഞാനീ പറഞ്ഞത് പണ്ട് കുറെ ജാക്കറ്റുകൾ എന്ന് വെച്ചാൽ കോട്ട് പോലെ നമ്മൾ അങ്ങനെ ഇടുമല്ലോ ആ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു നമുക്ക് പിടിയില്ല. കാലത്ത് എനിക്കോ ഇതിനൊന്നും ഒരു പിടിയില്ല. അപ്പോൾ എൻ്റെ അവനിടും അവൻ്റെ ഞാനിടും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. കാരണം ആ രാജ്യത്തിന് അത് വേണം അന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മളിത് പോയിട്ട് വരുമ്പോൾ അത് ഉണ്ടാവില്ല, പുറത്ത് പോയിട്ട് വരുമ്പോൾ. അപ്പോൾ അമ്മ ചോദിക്കും എവിടെ പോയടാ രാവിലെ ഇട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ പറയും കൂട്ടുകാരൻ്റെ വീട്ടിൽ തൂക്കി വെച്ചു, ഇങ്ങനെയൊക്കെ പറയും. അത് ശരി, യഥാർത്ഥത്തിൽ തൂക്കി വെച്ചിട്ടുണ്ടാവില്ല. അത് വഴി കൂടെ പോകുമ്പോൾ ആർക്കേലും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അമ്മ എന്ത് ചെയ്യും? ഇടിയോടിടി അടിയോട് അടിയായിരുന്നു. മനസ്സിലായില്ലേ? അത് അന്നത്ര വർഷമായാലും ഞാൻ ചോദിക്കണം തെറ്റായിരുന്നില്ലേന്ന് അല്ലേ? എന്നിട്ട് എന്താ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും അവിടെ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോണ സാധനം ശ്രദ്ധിച്ച് വൈകുന്നേരത്ത് വരത്തെ എവിടെ പോയി എന്ന് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ അത് കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ച് നിങ്ങൾ പറയണത് എന്നെ കൂട്ടുകാരന് ഞാൻ കൊടുത്തു അമ്മ എന്ന് പറയണം. അതും പറയില്ലല്ലോ, അതവിടെ ഉണ്ട് അതവിടെ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ അമ്മേനെ സഹായം ചെയ്യാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. ചെയ്യില്ല അമ്മ, എന്നാലും വിചാരിച്ചോളൂ. ഞാൻ എനിക്ക് ചെയ്യില്ലാണ് അപ്പോൾ വിചാരിച്ചോളൂ. അപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ചോദിക്കരുത്. മനസ്സിലായില്ലേ? എന്നുവെച്ചാ മോനത് എന്തോ ചെയ്തോ ശരിയാക്കി തരണം മോനെ, അങ്ങനെ തന്നിട്ട് തിരിച്ചു മേടിക്കാത്തതിന്റെ വല്ല കഥയുണ്ടെങ്കിൽ പറയും. അത് എന്താ ചെയ്തെന്ന് ചോദിക്കണമാ? എന്നാ ചോദിക്കണം, എന്നാ ശരിയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഇളക്കി വെച്ചിട്ട് സ്ലോ ചെയ്യട്ടെ. അതിങ്ങനെ വെന്തോടെ ഇരുന്നിട്ട് അതുവരെ ഞാൻ. അപ്പൊ ഇനി അഥവാ മകൻ പറയാണ് അത് വഴി ഒരു കുറച്ച് കറിവേപ്പില ഇതിങ്ങനെ ഇരുന്നിട്ടൊന്ന് ആവട്ടെ. സ്ലോ ചെയ്ത് വെക്കണം, മെല്ലെ വേവണത്. എന്താ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല വേവിക്കുന്നത്. അപ്പോൾ തന്നതൊന്നും തിരിച്ചു ചോദിക്കരുത്, കൊടുത്തതൊന്നും എണ്ണിപ്പറയരുത് എന്നാണല്ലോ കാരണന്മാർ നമ്മളെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാരണന്മാരൊക്കെ മണ്ണടിഞ്ഞ് പോയി മക്കളെ. ഇനി അതും പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കണ്ട. എവിടെ മക്കളെന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഇന്ന സാധനത്തിന് കൊണ്ടുപോയിട്ട് എന്താ മോനെ ചെയ്തെന്ന് ചോദിക്കാത്ത ഏത് അച്ഛനും അമ്മയുടെ ഉണ്ടാവുക. അതുപോലെയാണ് മറ്റൊരാൾക്ക് ഒരു സാധനം കൊടുത്താൽ നമ്മൾ വേറെ സാധനം തിരിച്ച് തെറ്റേന്ന് പറഞ്ഞിട്ടല്ലല്ലോ അവർക്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മക്കളെന്തെങ്കിലും കൊണ്ടുപോയിട്ട് അതെന്താ നീ ആ കാശ് ചെയ്ത് ഇത്ര കാശ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന സാധനം എവിടെ. അല്ല, അമ്മ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ അടുത്ത വീട്ടിലൊരു ചേച്ചി വന്നിട്ട് ഒരു കല്യാണത്തിന് പോകണം വന്നിട്ട് 2 വളയും ഒരു
മാലയും മേടിച്ചിട്ട് പോയാൽ തിരിച്ച് ചോദിക്കുക തന്നെ വേണം. കാരണം അത് നമ്മുടെ ആണല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചെറുതായിട്ട് പറഞ്ഞത് എത്ര നേരം പറഞ്ഞൊക്കെ കോമഡിയാണ്. ഇപ്പോൾ സീരിയസ് ആയിട്ട് പറയണം, സീരിയസ് ആയിട്ട് കേൾക്കും കേട്ടോ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്തുകൊണ്ടിരിക്കുക കാരണം ലൈവിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്പർ 1 എന്ന് വെച്ചാൽ ഞങ്ങൾ എന്തോ ചെയ്യുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ബന്നും ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിലും അതിനും കൂടി ഫോക്കസ് ചെയ്യുന്ന ഒരു കാലമാണ് ഇന്ന്. ഒരാൾക്ക് ഇല്ലാത്തവനൊരു വീട് കെട്ടി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാത്തവൻ എന്തെങ്കിലും ഒരു സഹായം ഒരു വ്യക്തി ചെയ്യുമ്പോൾ എന്തിനാണ് ആ വ്യക്തി ഒരു മീഡിയയുടെ ഒപ്പം തന്നെ ഓടി വരുന്നത് എന്നുള്ള ചോദ്യം എനിക്കുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അത് ചെയ്തതിന് ശേഷം ആ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ഒരു 10 പേര് ചെയ്ത് ആരും അറിയാണ്ട് എപ്പോഴെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടത് ഇന്ന ആളതാ ഇന്ന വീട് കെട്ടിച്ചു എന്ന് അതിനല്ലേ ഒരു അഭിമാനം ഉള്ളത്? അതാണോ? അതോ ചെയ്യാൻ പോണക്കാളും മുമ്പ് തന്നെ ന്യൂസിൽ വരിക, ചെയ്ത് ഇറങ്ങിയതും ഈ വ്യക്തിയും ആ ക്യാമറയും കൊണ്ട് ഒരുമിച്ച് അങ്ങോട്ട് പോവുക, എന്നിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവരിങ്ങനെ നിരങ്ങി ഒരു വീട് കെട്ടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇയാളുടെ ഒരു ഫോട്ടോ വയ്ക്കുക. എന്തായാലും കാര്യം അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഞാൻ തന്നെ പരസ്യം കൊടുത്തിട്ട് ഫേമസ് ആക്കും പോലെയല്ലേ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ലത് പറയാം. അത് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, അവിടെ ഞാനത് ഇന്നത് കൊടുക്കണമെന്ന് പറയുമ്പോൾ 100 പേര് അത് കേട്ടിട്ട് എനിക്കും എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് തോന്നൽ വരും. അത് തീർച്ചയായിട്ടും ചെയ്യണം. അതിൻ്റെ പകരം പ്രശസ്തിക്ക് വേണ്ടി മാത്രം, പല നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജനങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് ശരിയാണോ? അതാണ് ഞാൻ ചോദിച്ചു വരുന്നത്. എന്ന് വെച്ചാൽ അമ്മയ്ക്കിപ്പോൾ നാട്യമയൂർ എന്നൊരു അവാർഡ് വേണമെന്ന് വെച്ചോളൂ. അത് അമ്മയ്ക്ക് അർഹത ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കിട്ടും. കേൾക്കും അമ്മ അല്ലെങ്കിൽ ഒരു നാട്യമയൂരിയാണ്. കാരണം എന്താ അറിയോ, അമ്മ നിൽക്കുമ്പോൾ അമ്മയുടെ കാലില്ലേ കേൾക്കൂ, അതിങ്ങനെ ഇളകിക്കൊണ്ടേ ഉണ്ടാവും. അത് ഞാൻ മോള് വശം മാത്രം കാണിക്കുന്ന കാരണം കൊണ്ട് ആൾക്കാർക്ക് അറിയില്ല. കേൾക്കൂ, അതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കാലിൽ നീരുള്ളത് കൊണ്ടും ഇത്തിരി വേദനയൊക്കെ ഉള്ളത് കൊണ്ട് കുറെ നേരം നിൽക്കുമ്പോൾ കാലിങ്ങനെ ആടുകയാണ്. എന്ന് വെച്ചാൽ ഈ ശരിക്ക് കുത്തിപ്പോവാത്ത പോസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെയാണ് നമ്മുടെ കാലിൻ്റെ ഒരു രീതി. അതിങ്ങനെ ഇളകണ്ടാവും. അത് കണ്ട് നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഈ ചേച്ചി വീഡിയോയുടെ ഒപ്പം പാചകത്തിൻ്റെ ഒപ്പം ഭരതനാട്യത്തിൻ്റെ സ്റ്റെപ്പ് വെക്കേണ്ടത് അല്ല. അമ്മ ഇങ്ങനെ ഇടയ്ക്ക് ആടുന്നത് നിങ്ങൾ കാണാം. അതമ്മ സത്യം പറഞ്ഞാൽ ആടുകയല്ല, കാല് വേനിക്കുമ്പോൾ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുകയാണ്. അതാണ് ഞാൻ അമ്മനെ പകുതിക്ക് ക്ലീനായിട്ട് പിടിക്കുന്നത്. ഫുള്ള് പിടിച്ചാൽ പറയും ഈ ചേച്ചി ആട് ശരിയല്ല, ഈ ചേച്ചി പാചകത്തിനൊപ്പം ഡാൻസും കളിപ്പിച്ച് പറയും. അതുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആരൊക്കെയെങ്കിലും ഒരു വസ്തു ഇപ്പം അമ്മ അറിയാണ്ട് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ ചീത്ത പറയാൻ പാടില്ല. അത് പൊക്കോട്ടെന്ന് വെക്കണം. അങ്ങനെയല്ല നീ പറയാ. എവിടെയുണ്ട്? അവിടെ ഉണ്ട്. ആ ശരി. പിറ്റേ ദിവസം കാണില്ല, പിന്നെയും കാണില്ല. അപ്പൊ എവിടെയാ സാധനം കാണാനില്ലല്ലോ? അതവിടെ ഉണ്ട്. അങ്ങനെ എവിടെയാ ഒരാൾക്ക് കൊടുത്തു എന്ന് പറയണം. അപ്പൊ ചോദിക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എനിക്ക് തന്നൊരു വസ്തുവാണല്ലോ, അത് എവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താണ്? അതുപോലെ മക്കളുടെ സമ്മതമല്ല, അതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പൊ കേട്ടോളൂ, അവനവന്റെ കാര്യമാണെങ്കിൽ അത് കൊടുത്താൽ നമ്മൾ എണ്ണി നോക്കണം. പക്ഷെ മറ്റുള്ളവന്റെ കാര്യമാണെങ്കിൽ അമ്മ കഥ പറയും. അല്ല, കഥയൊക്കെ പറയൂ. പക്ഷെ നീ ഓരോ സാധനങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴേ അതിപ്പോ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ശരി, അംഗീകരിക്കണ്ട. അപ്പോ എല്ലാത്തിനെയും ബന്ധപ്പെട്ടൊരു കഥ പറയുമല്ലോ അമ്മ. അപ്പൊ ഇതിനെ ബന്ധപ്പെട്ടൊരു കഥ പറയും. അപ്പൊ എന്താണ് ദാനം? ദാനമാവട്ടെ സഹായമാവട്ടെ, അത് എന്താണ്, എങ്ങനെയാണ്? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ദുബായ് രാജ്യങ്ങളുടെ അറബികൾ സക്കാത്തിനത് എത്ര പേർക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ സക്കാത്ത് കൊടുത്തയക്കും. അവരിവിടെ കൊണ്ടുവന്നിട്ട് എന്താ കാണിക്കണമെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അവർ മുഖം കാണുന്നുണ്ടോ? ആ സക്കാത്ത് എന്ത് ചെയ്തു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? എന്ത് ചെയ്തു എന്ന് അവർ അന്വേഷിക്കുന്നുണ്ടോ? അവർക്ക് എന്താണ്, ഞാൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ എൻ്റെ കടമ ഞാൻ ചെയ്തു, എനിക്ക് ഇത്ര പേർക്ക് സക്കാത്ത് കൊടുക്കണം, അത് 18 പേർക്ക് കൊടുക്കണം, 8 പേർ, അതൊരു കണക്കുണ്ട്. അപ്പോൾ ഇത്ര പേർക്ക് ഞാൻ കൊടുക്കണം എന്നൊരു ഉദ്ദേശം ഉണ്ടാവും. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് കഥ ഇല്ലേന്ന്, കഥ ചെറിയൊരു കഥയല്ലേ നിങ്ങൾക്ക്, ചുമ്മാ ആവട്ടെ. അപ്പോ ഇതെന്തായാലും വേഗമാവുമല്ലോ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇത് ചെറുനാരങ്ങ കേട്ടോ, ഒരു ചെറുനാരങ്ങയുടെ പിഴിഞ്ഞിട്ട്. എന്തുകൊണ്ട് അവർ അന്വേഷിക്കുന്നില്ല? അവരുടെ കടമ കഴിഞ്ഞു. അവിടെ നമ്മൾ ഒരാളുടെ കയ്യിൽ കൊടുത്തയച്ചു കഴിഞ്ഞു, അവര് ഇന്ന ആൾക്കാർക്ക് ഇത്ര പേർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുള്ള വിശ്വാസമാണ് അല്ലേ?
പിന്നെ അവർ കേരളത്തിൽ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ടോ നിങ്ങളെ എവിടെയൊക്കെ കൊടുത്ത് ഞാൻ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. കൊടുത്തതിന് ശേഷം അവർ അഡ്രസ്സൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഫോൺ വിളിച്ചിട്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ, ആ അറബി ഞാനാണെന്ന് അറബി മിറ്റ വിളിച്ച് പറയുന്നുണ്ടോ? ഇല്ല. എന്താ അതിൻ്റെ ഉദ്ദേശം? ദാനം ചെയ്ത പശുവിനെ പല്ലെണ്ണാൻ പാടില്ല പറഞ്ഞ പോലെ തന്നെയാണ് നന്മകൾ ചെയ്തതിന് ശേഷം ഇന്ന ആൾക്ക് ഞാൻ ചെയ്തു എന്ന് പലരോടും പറഞ്ഞു തന്ന ആ നന്മയ്ക്കൊരു വിലയില്ല എന്ന് നന്മയുള്ള വല്ല കഥയുണ്ടോ? ഇത് ഓഫ് ചെയ്താൽ അത് പറയാൻ പറ്റുള്ളൂ. അതായത് അതെന്നും ഉണ്ടാവും. ഈ രാജാവല്ലാണ്ട് ഒരു മുഖ്യമന്ത്രി, ഒരു ഗൃഹമന്ത്രി, ഒരു MLA, പഞ്ചായത്ത് മെമ്പർ എന്നുള്ള കഥയില്ല. ആ അമ്മ രാജാക്കന്മാരുടെ കാലത്തെ ആളാണല്ലോ, പറയൂ. പറയണം. ഇത് എനിക്ക് വേണ്ടിയല്ലല്ലോ, ഞാൻ അവർക്ക് വേണ്ടി ചോദിക്കണു. നമ്മുടെ കഥ ഇഷ്ടപ്പെടുന്ന അവരത് കേൾക്കാൻ വേണ്ടി ഇരിക്കണു. ഒരു രാജാവും മന്ത്രിയും 2-3 കുതിരയും ഒക്കെ കൂടിയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു വരുന്ന സമയത്ത് അമ്പലത്തിന്റെ ആമ്പലച്ചുവട്ടില് ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്. ഒരു നല്ല തേജസ്സുള്ള ഒരു മുഖം. കണ്ടപ്പോ രാജാവ് കണ്ടപ്പോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കണ്ടു അങ്ങനെ നോക്കിയിരുന്നു. നല്ലൊരു തേജസ്സുള്ള ആള്, ഉള്ള ഒരാള് ആയിട്ട് തോന്നി. അപ്പോ ഈ അരമനയിലേക്ക് ഇങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് കൊട്ടാരത്തിലേക്ക് അരമന കൊട്ടാരം രണ്ടും ഒന്നന്നെ. അത് കന്നഡം ഇങ്ങനെ വന്നു, തമിഴിലെ അരമന തന്നെയാണ്. അപ്പൊ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് അപ്പോൾ ഞാൻ ആടെ അയക്കാം, പല്ലക്ക് അയക്കാം, നിങ്ങളതിൽ വരണം എന്നൊക്കെ പറഞ്ഞ് സ്വയം രാജാവ് എന്നെ ക്ഷണിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം പല്ലക്കും ഒരുപാട് മര്യാദകളോടുകൂടി സമ്മാനിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി പാദപൂജ ചെയ്യലും എല്ലാം ചെയ്ത് സ്വർണം കൊണ്ടുള്ളൊരു പൊന്നാട, അതായത് സ്വർണം കൊണ്ട് നെയ്ത പൊന്നാട, ഭയങ്കര വിലപിടിപ്പുള്ള പൊന്നാട അണിയിച്ച് ആടെ അവിടുന്ന് പറഞ്ഞയച്ചു. അപ്പോൾ രാജാവിനൊരു സംതൃപ്തി, നല്ല തേജസ്സുള്ള ഇങ്ങനെ ഒരാളെ ഞാൻ സമ്മാനിച്ചു വിട്ടു. എൻ്റെ രാജാവിൻ്റെ മനസ്സിൽ ഒരു നല്ല ഒരു വിചാരത്തിലാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ അങ്ങോരും അവർ ആശീർവാദമൊക്കെ കൊടുത്ത് പോയി. അനുഗ്രഹം അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് പോയി. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിന്റെ മുകളിലെ നിലയിൽ ഇങ്ങനെ കാറ്റ് കൊള്ളാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്താ കൊട്ടാരത്തിന്റെ അടിയിൽ അന്ന് ഫാനില്ലല്ലോ? ശരി, നല്ല കാറ്റ് കൊള്ളാൻ കൊട്ടാരത്തിന്റെ മുകളിൽ തന്നെ നിൽക്കണം. അവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഓരോരോ സംസാരമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരായിട്ട് സംസാരിക്കായിരുന്നു? മന്ത്രി, റാണി എല്ലാം ഉണ്ട്. അത് ശരി. അങ്ങനെ മിണ്ടാതിരിക്കണം. അപ്പൊ നിൽക്കുമ്പോ ഒരു ഭിക്ഷക്കാരൻ ഒരു പൊന്നാട കുറച്ചിട്ട് പോണു. അത് അതിന് സൂക്ഷിച്ച് ഇത് ഞാൻ കൊടുത്ത പൊന്നാടയല്ലേ മന്ത്രി ചോദിച്ചു. അപ്പൊ അതേ രാജാവേന്ന് പറയും. പോയിട്ട് ആ ഭിക്ഷക്കാരൻ കൂട്ടിക്കൊണ്ടിരുന്നു. ഭിക്ഷക്കാരൻ വന്നപ്പോ നീ ഇത് എവിടെ നിന്ന് കട്ടെടുത്തു, എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അപ്പൊ എനിക്കൊരു സന്യാസി വരാൻ തന്നതാണ്. എന്നാലും ഈ ഭിക്ഷക്കാരന് ഭിക്ഷ കിട്ട് പൊന്നാടയൊക്കെ അണിഞ്ഞിട്ട് പോയാ അയാളത് അണിഞ്ഞിട്ട് പോയി. കഥ ചോദ്യം. ശരി, പൊന്നാട അണിഞ്ഞ ഭിക്ഷകൻ. ശരി. അപ്പൊ ഇത് രാജാവ് സന്യാസിക്ക് കൊടുത്തതല്ലേ. അപ്പൊ സന്യാസി പൊന്നാട അണിയാൻ പാടില്ല, പൊന്നും കൊണ്ടുണ്ടാക്കിയതൊന്നും. സന്യാസിമാർക്ക് സന്യാസി പറയണ സ്വർണം കൊണ്ടുള്ള സ്വർണം കൊണ്ടുള്ളതൊന്നും എനിക്ക് വേണ്ടാന്ന് പറയണവരെ യഥാർത്ഥ സന്യാസിയുടെ മുഖത്ത് എന്ത് തേജസ്സാണോ കണ്ടത്. ഞാനും മറ്റേ സന്യാസിയാണെങ്കിൽ പറയും ഇങ്ങനത്തെ ഒന്നും വേണ്ട, സാധാരണ സാധനം തരും രാജാവ്. പക്ഷെ പോട്ടെ. മനസ്സിലായി. ഇന്നത്തെ ജയില് തുറങ്ക്. എന്തിനാ ഇനിയും തുറങ്കലടയ്ക്കാനാ? വിലപിടിപ്പുള്ള രാജാവ് കൊടുത്തത്. രാജാവ് കൊടുത്ത ലോകം മുഴുവൻ അറിയാലോ രാജാവ് കൊടുത്താണെന്ന്. ശരി ശരി. ഇവര് വില കൽപ്പിക്കാണ്ട് ഈ ഭിക്ഷക്കാരന് കൊടുത്തപ്പോ അയാൾ എന്റെ സന്മാനത്തിനെ ധിക്കരിച്ചല്ലേ ചെയ്തത് എന്നിട്ട് സന്യാസിയെ കൊണ്ടുവരും. സന്യാസിയെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ഞാൻ വളരെ മാന്യനാണ്, നല്ല തേജസ്വി, ഒരു ദൈവത്തിന്റെ രൂപത്തിലൊക്കെ കണ്ടിട്ടാണ് നിങ്ങളെ ഞാൻ സന്മാനിച്ചത്. നിങ്ങളെ എൻ്റെ സന്മാനത്തിന് ധിക്കരിക്കുകയല്ലേ ചെയ്തത്, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ? അപ്പോൾ പറഞ്ഞു അത് എന്താന്ന് പറഞ്ഞാൽ ആ ഭിക്ഷുകം പാവം തണുത്ത് വറച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ എൻ്റെ കയ്യിലുള്ള ആ പൊന്നട നിങ്ങൾ തന്നിട്ട് ഞാൻ അതുകൊണ്ട് പോണ സമയത്ത് ഇത് കണ്ടപ്പോൾ അത് കുറച്ച് കൊടുത്തിട്ട് പോയതാണ്.
അതിനെനിക്കൊരു തെറ്റും തോന്നുന്നില്ല രാജാവേ, എനിക്ക് എന്ത് ശിക്ഷ അയച്ചാൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളിനിപ്പം വിലസണ്ട, ഇയാളിപ്പോൾ അത്ര വലിയ ഇതാവുണ്ടെന്നുകൊണ്ട് അയാളെയും കൊണ്ടിട്ട് തുറന്നത്. അതിന്റെ തേജസ്സൊക്കെ അതോടുകൂടി പോയി. അന്ന് ആ തേജസ് ഇതൊക്കെ പോയി, മനസ്സിലെ ഇതൊക്കെ പോയി, ദേഷ്യം. എന്നിട്ട് അന്ന് രാത്രി രാജാവ് കിടന്നിറക്കിയപ്പോ രാജാവിന്റെ സ്വപ്നത്തിൽ ഭഗവാൻ തണുത്ത് വരച്ചിരിക്കണ പോലെ ഒരു തോന്നല്. അതായത് മനസ്സിന് തോന്നുന്ന സ്വപ്നത്തില് ഈ ആരാധിക്കുന്ന ഭഗവാനില്ലേ, രാജാവ് ആരാധിക്കുന്ന ഭഗവാന് തണുത്ത് വരച്ചിരിക്കണ പോലെ ഒരു തോന്നല്. അപ്പൊ അങ്ങനെ കണ്ടു, സ്വപ്നം കണ്ടതാണ്. അപ്പൊ ഈ രാജാവ് എന്ത് ചെയ്യും, രാജാവ് പോയിട്ടൊരു ഇതുപോലൊരു പൊന്നാടെ എന്തോ ഇത് കൊണ്ടുപോയി ആ ദൈവത്തിനെ പതിപ്പിക്കാൻ പോകുന്നത്. ഇതൊക്കെ സ്വപ്നമാണ് കേട്ടോ. സ്വപ്നത്തിന് പതിപ്പിക്കും. മണ്ടൻ രാജാവ് ദൈവത്തിന് പൊന്നാട പതിപ്പിക്കേണ്ട ആവശ്യമില്ല, തണുപ്പ് വരും. ഓ സ്വപ്നം എന്തായാലും കാര്യം ഉണ്ടാവും, സ്വപ്നത്തിനല്ലേ. അപ്പൊ സ്വപ്നത്തിന് കൊണ്ടുപോയി അത് പതിപ്പിച്ചു. ഈ രാജാവിനെ കാണുന്നവർക്ക് മുഴുവൻ പതിപ്പിക്കലാ പണി. ആവട്ടെ, രാജാവിന്റെ സ്വഭാവം. ദൈവം അപ്പൊ ആരാധ്യ ദൈവല്ലേ. അതെ അതെ, പോപ്പിച്ചു. ഇയാളെക്കാളൊക്കെ എത്രയോ വലിയതല്ലേ. അപ്പൊ ദൈവത്തിന് ഇങ്ങനെ ആയപ്പോ ഇയാളെ കൊണ്ട് ഇങ്ങനെ എന്നെ രാജാവാക്കിയ ദൈവത്തിനൊരു പുതപ്പും കൂടി ഇല്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ ശരി. അപ്പൊ കൊണ്ടേ പതിപ്പിച്ചു. പതിപ്പിച്ചപ്പോ പതിപ്പിച്ചില്ല, പതിപ്പിക്കാൻ കൊണ്ടുപോയപ്പോ തന്നെ എന്താ വേണ്ട നിന്റെ പുറത്തൊന്നും എനിക്ക് വേണ്ട. അത് നീ സ്വർണം കൊണ്ടോ വൈഡൂര്യം കൊണ്ടോ ഉണ്ടാക്കിയതാണെങ്കിലും എനിക്കത് വേണ്ട. എന്താ പറഞ്ഞ അത് നീ തന്നിട്ട് പിന്നെ നീ അതിനെക്കുറിച്ച് ആലോചിച്ച് അതെന്താ ചെയ്ത്, അവരെന്താ ചെയ്ത്, ഇവരെന്താ ചെയ്തതെന്ന് അന്വേഷിച്ച് നീ നടക്കും. നിന്റെ പൊന്നാടെ എനിക്ക് വേണ്ടേ വേണ്ട, ഞാൻ തണുത്ത് പറയിച്ചാലും നിന്റെ ഒന്നും എനിക്ക് വേണ്ട, അതൊന്നും പറയും. അപ്പോൾ രാജാവിന് പെട്ടെന്ന് ഉണരുമ്പോൾ രാജാവിന് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണ്. അതായത് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞ ഒരാൾക്ക് അയാൾ അത് എന്തു ചെയ്തു എന്നൊന്നും നമുക്ക് നോക്കണ്ട. ഒരു ദാനമായിട്ട് കൊടുക്കുകയല്ലേ അത്. ദാനമായിട്ട് ഒരാൾക്കൊരു സാധനം കൊടുക്കുകയാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് സ്വന്തമാണ്. അവരത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ അന്വേഷിക്കാൻ പാടില്ല. കൊടുക്കണ വരെ അത് നമ്മുടെയാണ്, കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടേതാണ്. അപ്പം അങ്ങനെ ദൈവത്തിൽ നിന്ന് അയാൾക്കത് മനസ്സിലായി. അപ്പം തുറങ്ങലടച്ച് ഈ രണ്ടുപേരും പുറത്തു കൊണ്ടുവന്ന് അവരോട് ക്ഷമാപണം നടത്തി ആണ് രാജാവിന് തെറ്റ് മനസ്സിലായി. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നീയാണെങ്കിലും ഞാനാണെങ്കിലും. ശരിക്കും പറയുകയാണെങ്കിൽ ആ സ്വപ്നത്തിൽ ഒന്ന് ദൈവം അറിയിച്ചു കൊടുത്തത് നീ ഒരാൾക്ക് നൽകുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് നൽകിയിട്ട് ആ ഭാഗത്തേക്ക് അത് എന്തായെന്നും കൂടി തിരിഞ്ഞു നോക്കരുത്. നിന്റെ മനസ്സും കൂടി അർപ്പിച്ചിട്ട് വേണം നിന്റെ കൈ കൊണ്ട് നീ ദാനം ചെയ്യാൻ. അങ്ങനെ ചെയ്ത ദാനമാവട്ടെ, സഹായമാവട്ടെ, ഒരാപത്തിൽ വീണ ഒരു മനുഷ്യനെ സഹായിക്കാനാവട്ടെ, ഇതൊന്നും നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാവരുത്, ഒരു ഫോക്കസിന് വേണ്ടിയിട്ടാവരുത്. മനസ്സുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ കൊടുത്തത് പിന്നെ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത മേടിച്ച ആൾക്കാർ എത്ര വർഷം കഴിഞ്ഞാലും അവൻ്റെ മനസ്സിൽ നിങ്ങളെപ്പറ്റി മതിപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തതിൻ്റെ മതിപ്പൊക്കെ ആ നിമിഷം പോകും. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ ഞാൻ തന്നത് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ 10 പേരോട് ഞാൻ ഇന്ന ആൾക്ക് ഇന്ന സാധനം കൊടുത്തു എന്ന് പറയുമ്പോൾ ആ മേടിച്ച ആൾക്ക് തോന്നും ജീവിതത്തിൽ ഒരിക്കലും മേടിക്കാൻ പാടാത്ത ആളോട് ഞാൻ ഒരു വട്ടം കൈ നീട്ടേണ്ടി വന്നു. അത് ജീവിതകാലം മുഴുവൻ അവൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും. നിങ്ങളോടുള്ള പ്രാർത്ഥനയും സ്നേഹത്തിനും പകരമായിട്ട് നിങ്ങളോടൊരു വെറുപ്പുണ്ടാവും അല്ലേ. അപ്പോൾ ദാനം നൽകി സ്വയം വില്ലനായി മാറിനേക്കാളും നല്ലത് ദാനം നൽകാതെ മിണ്ടാണ്ടിരിക്കുകയാണ്. അഥവാ നൽകിയ എന്തായി എന്ന് അന്വേഷിക്കരുത്. കാരണം വലത്തേക്കായി കൊടുക്കുന്നത് ഇടത്തേക്കായി അറിയാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ദാനം ചെയ്ത പശുവിൻ്റെ പല്ലെണ്ണാൻ പാടില്ല പറയും പോലെ തന്നെ നമ്മൾ മനസ്സുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നീ അത് എന്ത് ചെയ്തു, നീ അത് എങ്ങനെ ചെലവാക്കി, ഇതൊന്നും ചോദിക്കാനുള്ള അധികാരം. അത് മാത്രമല്ല, നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്നൊരാളോട് ഞാൻ ഇന്നാൾക്ക് ഇന്ന സഹായം ചെയ്തു, ഞാൻ ഈ ആൾക്ക് ഈ സഹായം ചെയ്തു, അവന് എൻ്റെ അടുത്ത് നിന്ന് ആദ്യം സഹായം മേടിച്ചിട്ടാണ് അവന് ഈ നിലയിലെത്തി, അത് നമ്മൾ പറയരുത്. നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് അവര് ഏത് നിലയിലെത്തി നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഒരു ദാനം ചെയ്ത പുണ്യമല്ല കിട്ടുക, പകരം ആ ചുറ്റുവട്ടുള്ള അയാളുടെ മാത്രമല്ല ആ ചുറ്റുവട്ടുള്ള ആൾക്കാരുടെ കർമ്മം കൂടി വന്നിട്ട് നിങ്ങളുടെ തലയിൽ വന്നു. നിനക്ക് ഞാനൊരു സാധനം തന്നു, ഒരു എന്തോ തന്നു, നീ അതുകൊണ്ട് നന്നായി, അത് അവന് ഞാൻ ഇങ്ങനെ കൊടുത്തു, അവൻ അതുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞു ഞാൻ പറയരുത്. നീ പറയണം, മേടിച്ച വ്യക്തി പറയണം ഇങ്ങനെ ഒരാളെ എനിക്ക് സഹായം തന്നിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്, അയാളെ ദൈവം രക്ഷിക്കണം എന്ന് ആ മേടിച്ച ആള് പറയണം. അപ്പോൾ നൽകുന്നവന് നല്ല മനസ്സുണ്ടാവണം, വാങ്ങുന്നവൻ ആ മനസ്സുള്ള വ്യക്തിനെ എന്നും മനസ്സിൽ പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള ഒരു ദാനമായിരിക്കണം നിങ്ങൾ കൊടുത്തത് അല്ലേ. അപ്പൊ അങ്ങനെ ആവട്ടെ, നമ്മുടെ മനസ്സിൽ ആർക്കെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്യുമ്പോൾ. കണ്ടോ, ഇതാണ് കണ്ടോ, ഇതിപ്പോ വെച്ചപ്പോ ഇത്രയായി, കണ്ടിട്ടില്ലേ? ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പൊ ചുങ്ങിയപ്പോ കണ്ടില്ലേ നിങ്ങളിതാ, ഇതിപ്പോ നിങ്ങൾ മുറിച്ച് വെക്കണ പോലെ തന്നെ ചുങ്ങിയെല്ലാം വെന്ത് ശരിയായപ്പോ ഇതായി, കണ്ടില്ലേ? ഇങ്ങനെ ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്.
ഇതാണ് ഇന്നത്തെ. മനസ്സിലായല്ലോ? അപ്പൊ എന്താ ഈ ചേച്ചി ഇത്ര നീളത്തിലൊക്കെ ഇട്ടിട്ട് ഇത് എങ്ങനെയായിരിക്കും? വെന്ത് കഴിയുമ്പോ നമുക്കിത് കഴിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. കണ്ടോ? പാത്രം നിറച്ചുള്ളത് എത്ര പെട്ടെന്ന് എത്ര ചുരുങ്ങി ഇത്രയായിരുന്നു. അപ്പൊ നിങ്ങള് നാടൻ അവരൊക്കെ കിട്ടുകയാണെങ്കിൽ, ഇതിപ്പോ തമിഴ്നാട് അവരൊക്കെയാണ്, നാടൻ അവരൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കൂ, ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ വരണോ? അയ്യോ, അങ്ങനെ ചോദിക്കരുത്. എല്ലാ ഭക്ഷണത്തിനും അതിൻ്റെ രുചിയുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ തന്നെ ഒരു ചെറിയ പാചകം ഉണ്ടാക്കിയിട്ട് വരണോന്ന് ചോദിക്കണ തെറ്റാണ്. വരൂ. ഇന്ന് മോരാണ്. മോരും ഈ എന്താ പറയാ, അവരൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഓംലെറ്റ് ആണ് ഉണ്ടാക്കി കൊടുക്കാൻ. ഇത്തിരി മോരും ആ സമയത്ത് വരികയാണെങ്കിൽ അത് കൂട്ടിട്ട് അതിന്റെ കൂടെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാണ്ടിരിക്കില്ല. ഞാനുണ്ടല്ലോ ഇവിടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ബൈ.